നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കുരിയുക്കാട് ജംഗ്ഷൻ സമീപമാണ്. മെയിൻ റോഡിൽ നിന്ന് വെറും 50 മീറ്റർ മാത്രം മാറി 4 സെന്റിലായിട്ട് 1600 സ്ക്വയർ ഫീറ്റിലായിട്ട് 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു പുതിയ വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ 2 കാർ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല ഹൈറ്റ് ആയിട്ടുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കയറുമെന്നുള്ള കൺഫ്യൂഷനോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും വേണ്ട. അകത്തേക്ക് കയറുമ്പോൾ ആ സൈഡിലേക്ക് ഒരു വണ്ടി പാർക്ക് ചെയ്യാം, നമുക്ക് ഈ സൈഡിലേക്ക് ഒരു വണ്ടി, 2 വണ്ടി നമുക്ക് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ നല്ല അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപ്രകാരം കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ള കിഴക്ക് ദർശനത്തിലാണ് ഇതിന്റെ വാതിൽ കൊടുത്തിട്ടുള്ളത്. വാതിൽ കംപ്ലീറ്റും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഒരു ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേൺ കൂടിയിട്ടാണ് ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വർക്കുകളുടെ ഒരു പർദീസ, എന്നാൽ ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്ക് ഒരു പ്രീമിയം ടൈപ്പ് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നമുക്കൊരു പ്രീമിയം ടൈപ്പ് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. എൽ മോഡലിലാണ് ഇതിന്റെ ഹോൾ ഏരിയ വന്നിട്ടുള്ളത്. ഒരു ലിവിംഗ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു 4 സെന്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് തോന്നിക്കാത്ത വിധം നല്ല വലിപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഡൈനിങ് സ്പേസ് ആയാലും നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഓരോ ഇന്ത്യൻ വർക്കുകളും നമുക്കൊരു വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേണുകൾ തന്നെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ. നമുക്ക് മുകളിലൊക്കെ ആയാലും ഒരുപാട് കളർ പാറ്റേൺ കൊടുക്കാത്ത രീതിയിൽ നല്ല ബ്രാൻഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സീലിംഗും അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്ത് തന്നെ അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഡിസൈൻ പാറ്റേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഈ സൈഡിലേക്ക് നമുക്ക് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സൈഡിൽ ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഇൻവെർട്ടൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റെയർ കേസിന്റെ അടിയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ബേസിനൊക്കെ തന്നെ നല്ല രീതിയിൽ ഒരു വ്യത്യസ്തമായ ഡിസൈനിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ വന്നിട്ടുള്ളത്. നല്ല മിററും അതുപോലെ തന്നെ ബാക്കിൽ ലൂവർ വർക്കൊക്കെ ചെയ്ത് എന്തുകൊണ്ടും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂം, ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്കും നല്ല അലമാരയൊക്കെ നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കണ്ണിന് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലേക്കുള്ള പെയിന്റിംഗ് പാറ്റേൺ ഒന്നല്ല, ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് പാറ്റേൺ ഉണ്ടല്ലോ. മുകളിലേക്കും അത്യാവശ്യം ഒരു പ്രീമിയം ടച്ച് തോന്നിക്കുന്ന രീതിയിലേക്കുള്ള ഇന്ത്യയിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലെ ആദ്യത്തെ ബാത്റൂമിൽ തന്നെ കയറുമ്പോൾ തന്നെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഗ്ലാസ് പാറ്റേൺ ഒക്കെ ചെയ്ത് മറ്റേ ഡ്രൈ ലാൻഡും വെറ്റ് ലാൻഡും ആയിട്ടൊക്കെ കൺവെർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉള്ള ഒരു അത്യാവശ്യം ഒരു വലിയ സൈസ് ബാത്റൂംസ് അല്ലെങ്കിലും നല്ല അത്യാവശ്യം മീഡിയം ടൈപ്പ് ആയിട്ട് നല്ലൊരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പോൾ വാതിലുകളൊക്കെ നല്ല വ്യത്യസ്തമായ ഒരു ഗ്ലാസ് പാറ്റേൺ കൂടി കൊടുത്തിട്ടുള്ള നല്ലൊരു വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ കിച്ചണിലേക്ക് കയറുമ്പോൾ സ്റ്റോറേജ് സ്പേസുകൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ മോഡേൺ രീതിയിലേക്കുള്ള എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ഇതിന്റെ ഒരു കിച്ചൺ കൊടുത്തിരിക്കുന്നത്. മുകളിലായാലും താഴെ സൈഡിലേക്ക് ആയാലും ഒക്കെ ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിമ്മിനിയൊക്കെ ഫേവറിന്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ നമുക്ക് നല്ല പ്രീമിയം ടൈപ്സ് ഒരു വൈറ്റ് ടൈപ്സ് ഒരു ടൈൽ പാറ്റേൺ ആണ് നമുക്ക് മുകൾ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4 സെന്റ് എന്നുള്ള ഫീലിങ്സ് ഉള്ള ഒരുപാട് വ്യത്യസ്തമായ ഇന്നത്തെ പുതിയ രീതിയിലേക്കുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഇതിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഈ സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയിന്റിന് പകരം ഒരുപാട് അഴുക്ക് ആകുന്നത് കൊണ്ടായിരിക്കാം അവരവിടെ ടൈൽ കൊടുത്തത്. സൈഡിലൊക്കെ ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അവിടെ തുണി നനയ്ക്കുന്ന അലക്കുകല്ലും അതിനുള്ള പൈപ്പ് ലൈനും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ 3 ബെഡ്റൂം, ഹോള്, ബാൽക്കണി ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കംപ്ലീറ്റും ടൈല് ഒരു വൈറ്റും അതുപോലെ ഒരു കോഫി കളർ ആയിട്ടുള്ള ഒരു ടൈപ്സ് ആണ് നമ്മളെ ടൈൽ പാറ്റേൺ കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ കംപ്ലീറ്റ് ഗ്ലാസും വുഡുമാണ് കൊടുത്തിട്ടുള്ളത്. അതായത് തേക്കും തടിയും അത് ഗ്ലാസ് സൈഡെല്ലാം ഗ്ലാസ്സുമാണ് കൊടുത്തത്. എന്തുകൊണ്ടും നല്ല വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. ഇവിടെയൊക്കെ തന്നെ ലൂവറിന്റെ കുറച്ച് ഇന്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിന് നല്ലൊരു കാഴ്ച തരങ്ങളിൽ കുളിർമ തരുന്ന രീതിയിലേക്കൊക്കെ തന്നെയാണ് നമുക്ക് കയറി വരുന്ന ഒരു സൈഡ് എന്നുള്ളത് നമുക്ക് തോന്നുന്നത്. ഈ സൈഡിലേക്ക് ഒരു വിൻഡോയെ കൊടുത്തിട്ടുള്ളത്, അതൊക്കെ മനോഹരമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അവിടെ സേഫ്റ്റിക്കായിട്ട് അതിനുള്ള ഒരു ഗ്ലാസും ഒരു പെർമനന്റ് ഗ്ലാസും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മെറ്റൽ ആയിട്ടുള്ള ഒരു സേഫ്റ്റിക്കുള്ളതും ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണ് വരുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോഴും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു
സ്റ്റോറേജ് അല്ലെങ്കിൽ അലമാരയൊക്കെ പണിഞ്ഞ് എക്സ്ട്രാ ഒരു ഫർണിച്ചറിന് അധികമായ ചാർജസ് ഒന്നും വരുന്നില്ല. ആ രീതിയിലേക്ക് തന്നെയാണ് ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇത് വന്നിരിക്കുന്നത്. മുകൾ ഭാഗത്തും ധാരാളം സ്റ്റോറേജ് സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡ്രസ്സിംഗ് റൂമും കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ബെഡ്റൂമിൽ തന്നെ ഡ്രസ്സിംഗ് റൂം ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബാത്റൂമിലേക്ക് കയറാം. അവിടെയും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ്. നല്ല അത്യാവശ്യം പ്രീമിയം ഒരു ടോയ്ലറ്റ് അല്ലെങ്കിൽ ബാത്റൂംസിന്റെ ഒരു ഫീല് തരുന്ന രീതിയിലേക്കാണ് അതിന്റെ ടൈലായാലും അതിന്റെ മെറ്റീരിയൽസിലേക്ക് ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. കയറുന്ന സൈഡിൽ ഈ സൈഡിലേക്ക് തന്നെ നല്ലൊരു പോർഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂം സൈസാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. അവിടെയും നല്ല ക്ലാസ് ആയിട്ടുള്ള ഒരുപാട് ഇന്ത്യൻ വർക്കൊന്നും ചെയ്ത് നമ്മൾ ഡിസ്റ്റർബൻസ് ആക്കുന്നില്ല. അത്യാവശ്യം പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും അറ്റാച്ച്ഡ് ബാത്റൂമുകളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് മറ്റുള്ള ബെഡ്റൂമുകളുടെ സൈസ് അതേ സൈസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ടച്ച് ആയിട്ടുള്ള ടൈൽ പാറ്റേണും അതുപോലെ തന്നെ വുഡൻ പാറ്റേൺ ആയിട്ടുള്ള ഫ്ലോർ ടൈലും ഒക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സിറയുടെയാണ് ഇതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടും മനോഹരമായ രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ്. അവിടെയും നമുക്ക് ഒരുപാട് കളർ പാറ്റേൺ ഇന്റീരിയറൊന്നും അധികമായി ചെയ്തുകൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനൊത്ത് നമുക്ക് ഇന്റീരിയലൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല പ്രീമിയം ടച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ സൈസ് നമ്മൾ മറ്റുള്ള ബെഡ്റൂമുകളിൽ ചെയ്ത അതേ സൈസിലോട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ അതേ യൂസ് ചെയ്തിട്ടുള്ള ഫിറ്റിംഗ്സുകൾ തന്നെയാണ്. ഫ്ലോറും ഒക്കെ തന്നെ ടൈലിന്റെ കളറിൽ കുറച്ച് കളർ പാറ്റേൺ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ വീടിന്റെ ബാൽക്കണി ഏരിയ, മുകളിലത്തെ ഫുള്ള് ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ബാൽക്കണി ഏരിയ. കുറച്ച് സ്പേസും ഒരു ഹെവി ആയിട്ടുള്ള സ്പേസ് എന്നല്ലെങ്കിലും ഒരു മീഡിയം സൈസ് ആണെങ്കിൽ തന്നെ നമുക്ക് ഇതൊരു നല്ല എയർ സർക്കുലേഷൻ കിട്ടും. കാരണം ഈ വീട് നല്ല ഇച്ചിരി ഹൈറ്റായ പ്രദേശത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള എയർ, കാറ്റും വെളിച്ചവും ഒക്കെ നമുക്ക് ധാരാളം കിട്ടുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ഒരു ബാൽക്കണി ഏരിയ പോയിട്ടുള്ളത്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നല്ല അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് ടെറസ് ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുന്നവരെല്ലാം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് വീഡിയോ ശ്രമിക്കുക. നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റായി നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഇത് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ കുരുവിക്കാട്, ഏകദേശം വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ മോറിന്റെ അവിടെ നിന്ന് ഇതിലേക്ക് എത്താൻ പറ്റുന്ന ഈ ദൂരം എന്ന് പറയുന്നത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്ററിനകത്താണ് നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുന്ന ദൂരം എന്ന് പറയുന്നത്. 4 സെന്റിലായിട്ട് 1600 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമിട്ടുള്ള ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1 കോടി രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും നമ്മുടെ വീഡിയോ കാണുന്നവർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.